മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും പാറു ഒരു സഹായത്തിനായി ചുറ്റിനും പരതി. പക്ഷേ ഈ രാത്രിയിൽ തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അവളുടെ മുമ്പിൽ നിൽക്കുന്നവന്റെ ചുണ്ടിൽ പുച്ഛം കലർന്നൊരു ചിരി വിടർന്നു. താൻ തേടിയതെന്തോ ലഭിച്ചതിൽ അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളിപ്പോൾ പോവാൻ നോക്ക്. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞെങ്കിലും അവളുടെ വാക്കുകൾ ഭയത്താൽ മുറിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയവണ്ണം അവൻ അവളെ ഒന്ന് നോക്കി. ഡി കിടന്ന് കാറാതടി, ഞങ്ങൾ നിന്നെ ഒന്ന് ശരിക്കും കാണാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് വേറൊരാളുടെ കൂടെ മുന്നിലേക്ക് വന്നതും പാറുവിന്റെ ഹൃദയതാളം ഭയം കാരണം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾ വേഗം വാതിലടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതിലാദ്യം വന്നവർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. അവന്റെ തള്ളലിൽ അവൾ നിലത്തേക്ക് വീണു. അപ്പോഴേക്കും രണ്ടാമത്തവൻ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കി ചിരിച്ച് അവളുടെ അടുക്കലേക്ക് നടന്നു. അവർ വരുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നിരങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അവസാനം മതിൽ ചെന്ന് ഇടിച്ചു നിന്നതും അവൾ അവരെ നിസ്സഹായതയോടെ ഒരു തുള്ളി അലിവിനായി വേണ്ടി നോക്കി. പ്ലീസ് ഒന്നും ചെയ്യരുത്, വെറുതെ വിടണം, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അവൾ കൈകൂപ്പിക്കൊണ്ട് അവരോടായി കെഞ്ചിയിരുന്നു. പക്ഷേ അതൊന്നും അവർ കേട്ടിരുന്നില്ല. വെറുതെ വിടാനോ? ശരി വിടാം, പക്ഷേ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചില്ലേ എന്നും പറഞ്ഞ് ആദ്യം വന്നവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ഡാ രോഹൻ, ആദ്യം ഞാൻ, അത് കഴിഞ്ഞ് നീ എടുത്താ മതി എന്നും പറഞ്ഞ് അവളെ തോളിലേക്ക് വലിച്ചിട്ട് റൂമിലേക്ക് നടന്നു. അവൾ എന്തെന്നില്ലാതെ ഭയന്നു, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ. ശരി അളിയ, എപ്പോഴായാലും എനിക്കൊന്ന് കിട്ടിയാ മതി എന്നവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് തൻ്റെ ബക്കലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ബോട്ടിൽ അരയിൽ നിന്നെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. അവൻ പാറുവിനെ റൂമിലേക്ക് തള്ളിയിട്ടു. ഡോറ് ലോക്ക് ചെയ്തു. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അവൾ എന്ന പെണ്ണ് തന്നാലാകും വിധം അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ കവിളിൽ ആഞ്ഞൊന്നു കൊടുത്തതും അവൾ ബെഡിലേക്ക് വേച്ചുപോയി. അവൾക്ക് തൻ്റെ മുഖം വെട്ടിപ്പുകയുന്നത് പോലെ തോന്നി. അവൻ അവളെ കട്ടിലെ തള്ളിയിട്ട് അവളുടെ ദാവണി ഷോള് ഒരൊറ്റ വലിയ അവളിൽ നിന്നും അടർത്തി മാറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവൻ അവളിലേക്ക് ചാഞ്ഞ് അവളിലെ ചന്ദനഗന്ധത്തെ തൻ്റെ മൂക്കിലേക്ക് വലിച്ചെടുത്തു. അവൻ തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ ഞെരിച്ചു. അവൾക്ക് തൻ്റെ ദേഹത്തേൽക്കുന്ന അവൻ്റെ സ്പർശനം പുഴു ശരീരത്തിൽ അരിക്കുന്നത് പോലെ തോന്നി. അവൻ അവളുടെ ചുണ്ടുകൾ നുകരാൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിക്കാൻ നിന്നതും അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റിയിരുന്നു. ഡീ എന്നാക്രോശിച്ചുകൊണ്ട് അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. തൻ്റെ വിരലാൽ അവൾ കവിളിൽ കുത്തിപ്പിടിച്ച് ചുണ്ടുകളിലേക്ക് അടുത്തതും അവൾ തൻ്റെ കൈകളാൽ അടുത്ത മേശയിൽ പരതി കയ്യിൽ തടഞ്ഞ എന്തോ കൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. അവൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് ആ അടിയിൽ തന്നെ അറിയാം. അവൻ അലറിക്കൊണ്ട് അവളുടെ ദേഹത്തു നിന്ന് മാറിയതും അവൾ അവനെ തള്ളി വാതിൽ തുറന്ന് പുറത്തേക്കോടി. ഡാ രോഹൻ, വിടരുത്, പിടിക്കവളെ എന്നവൻ പുറകിൽ നിന്നും അലറിയതും രോഹൻ വന്ന് അവളെ അരയിലൂടെ ചുറ്റിയെടുത്ത് സോഫയിലേക്ക് എറിഞ്ഞ് അവളിലേക്ക് അമരാൻ നിന്നതും അവൾ വീണ്ടും തൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊന്നു കൊടുത്തു. അവനെ തള്ളി ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവളുടെ പുറകെ തന്നെ അവനും ഉണ്ടായിരുന്നു. ബാക്കിലേക്ക് നോക്കി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ പാറു ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന അഗ്നിയെ കണ്ടതും അവൾ ആശ്വാസത്തോടെ സർവ്വതും വിസ്മരിച്ച് അവനിലേക്കോടി. അവൾക്ക് അവനപ്പോ തൻ്റെ ഭർത്താവ് മാത്രമായിരുന്നു. ദേവേട്ട, അവർ എന്നെ എന്നവൾ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാരണം അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. എന്നാൽ അഗ്നി അവളുടെ പ്രവൃത്തിയേക്കാൾ അവളുടെ ദേവേട്ട എന്ന വിളി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഡാ, ആരാടാ നീ എന്താ ഇവിടെ എന്നൊരുവൻ ചോദിച്ചപ്പോഴാണ് അഗ്നി യഥാർത്ഥത്തിൽ വന്നത്. അപ്പോഴാണ് അവൻ പാറുവിനെ ശ്രദ്ധിച്ചത്. ബ്ലൗസും സ്കേർട്ടും മാത്രമിട്ട് പാറിപ്പറന്ന മുടിയുമാണ്. കണ്ണീർ വാർത്ത് നിൽക്കുന്ന പാറുവിനെ കണ്ടപ്പോൾ തന്നെ അഗ്നിയുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു. ഡി, എന്താടി പറ്റിയത്? എന്താ ഇവിടെ നടന്നത് എന്നവൻ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നതും അഗ്നി ദേഷ്യത്തോടെ ഡി, നിന്നോടാ ചോദിച്ചത് എന്ന് അലറിയതും ഞങ്ങൾ പറഞ്ഞാൽ മതിയോ എന്നും ചോദിച്ച് ആദിത്യവൻ അഗ്നിയുടെ മുൻപിലേക്ക് കയറി നിന്നു. അതുകൂടെ കണ്ടതും അഗ്നി തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു. ഞങ്ങൾ അവളെ ഒന്നേ സ്നേഹിക്കാൻ നോക്കിയതാ, നിനക്ക് കൂടെ വേണമെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നവൻ പറഞ്ഞു നിർത്തുന്നതിന് മുന്നേ തന്നെ അഗ്നി അവൻ്റെ നെഞ്ചുകൂട് പൊളിച്ചിരുന്നു. ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയ പാറു കണ്ടു ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്ന് രക്തവർണ്ണമായി മാറിയ കണ്ണുകളുമായി ചുട്ടരിക്കാൻ പാകത്തിന് നിൽക്കുന്ന അഗ്നിയെ. അവർ രണ്ടുപേരും മാറി മാറിയിട്ട് അലക്കി. നിനക്കൊക്കെ ഈ അഗ്നിയുടെ പെണ്ണിനെ തന്നെ കഴമ്പ് തീർക്കാൻ വേണം അല്ലട പുല്ലേ എന്ന് പറഞ്ഞ് അവൻ ആദ്യത്തെ ആളുടെ കൈ രണ്ടും തിരിച്ചൊടിച്ചു.
അവൻ വേദന കൊണ്ട് അലറിയതും പാറു അത് കണ്ണിമ ചിമ്മാതെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു പോയിരുന്നു. അവൾക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ഡാ, നിനക്ക് എൻ്റെ പെണ്ണിനെ എനിക്ക് തന്നെ കൂട്ടിത്തരണം അല്ലേടാ എന്ന് പറഞ്ഞ് അവൻ രാഹുലിന്റെ തുടകൾക്കിടയിൽ ആഞ്ഞു ചവിട്ടി. അവൻ വേദന കൊണ്ട് അലറിയതും അഗ്നി പാറുവിനെ തിരിഞ്ഞു നോക്കി. അവളുടെ പുഞ്ചിരി കണ്ടതും അവനും എന്തോ മനസ്സ് ശാന്തമായ പോലെ തോന്നി. അവൻ അവളുടെ മുന്നിൽ പോയി നിന്നതും പാറു തന്റെ തല താഴ്ത്തി. ഡി പുല്ലേ, വലിയ നാവുണ്ടല്ലോ നിനക്ക്, ഇന്നെന്താ അത് ഇറങ്ങിപ്പോയോ? ആരാടി അവൻ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയടി കുജിപ്പേ എന്നവൻ അലറിയതും അവൾ അവന്റെ നേർക്ക് തന്റെ കയ്യിൽ അവരെ അടിക്കാൻ വേണ്ടി കരുതിയ ഫോട്ടോ ഫ്രെയിം അവന് കാണിച്ചു. അവൻ അത് വാങ്ങി നോക്കിയതും അറിയാതെ അവന്റെ കൈ വിറച്ച് അത് നിലംപതിച്ചു. പാറു, ഇത് എന്നവൻ ചോദിച്ച് പൂർത്തിയാകും മുന്നേ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അഗ്നിക്ക് പാറുവിനോട് ഒരുപാട് കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും അവളുടെ അവസ്ഥ കണ്ട അവൻ പിന്നീട് ചോദിക്കാമെന്ന് കരുതി. ശിവ, വാ നടക്ക് എന്ന് പറഞ്ഞ് അവൻ തന്റെ മാറിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റി നിൽക്കുന്ന പെണ്ണിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. അവനും കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിലും അവൻ അവളോട് ഒന്നും ചോദിച്ചില്ല. അവളാണെങ്കിൽ സീറ്റിൽ ചാരി മയങ്ങിപ്പോയിരുന്നു. അവൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടു. അവിടെ എത്തി വണ്ടി നിർത്തിയിട്ടും അവൾ അറിയാതെ നല്ല മയക്കത്തിലായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ അവൾ കുറച്ചു മുമ്പ് ദേവേട്ട എന്ന് വിളിച്ച ഓർമ്മ വന്നതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്ത് മാജിക്കാണ് പെണ്ണെ നീ എന്നിൽ കാട്ടിയത്. ഒരു ബന്ധത്തിലും വിശ്വാസമില്ലാത്ത എനിക്ക് എന്താ നിന്നെ ഇത്രയ്ക്കും വിശ്വാസം? എന്താണ് നിന്നോട് ഇത്ര അറ്റാച്ച്മെന്റ്? നീ എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സമയം ഐ ഫീൽ റിലാക്സ്ഡ് ആൻഡ് ഐ ആം ഹാപ്പി ടു. ഇനി ആദ്യം പറഞ്ഞ പോലെ ഡു ഐ റിയലി ലവ് യു എന്ന് ഓരോന്ന് ആലോചിച്ച് അവനിരുന്നതും പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധ അവളുടെ കവിളിൽ തിണർത്ത് കിടക്കുന്ന പാടുകളിലേക്ക് നീണ്ടത്. അത് കണ്ടതും എന്തോ അവൻ്റെ ഹൃദയത്തിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൻ പോലും അറിയാതെ അവൻ്റെ വിരലുകൾ അവളുടെ കവിളിലുള്ള പാടുകളെ തലോടി. അവളിൽ നിന്നൊരു ശബ്ദം വന്നതും എന്തോ ആ പെണ്ണിനോട് അവന് സഹതാപം തോന്നിപ്പോയി. ശിവ, ശിവ, എഴുന്നേൽക്ക് എന്നവൻ തട്ടി വിളിച്ചതും അവളൊന്ന് കുറുകിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നു. അത് കണ്ടതും അവന് ചിരി വന്നു. ഈ പെണ്ണ് എന്നും പറഞ്ഞ് അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ ഡോറ് തുറന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് നടന്നു. എന്തോ അവൻ്റെ മനസ്സ് സന്തോഷത്താൽ തുടികൊട്ടിയിരുന്നു. അവളെ കട്ടിലിൽ കിടത്തി അവൻ എഴുന്നേൽക്കാൻ നിന്നപ്പോഴായിരുന്നു അവളുടെ ആലില വയറ് അവൻ്റെ കണ്ണിലുടക്കിയത്. ഈ പെണ്ണ് മനുഷ്യൻ്റെ കൺട്രോള് മൊത്തം കളയും എന്ന് മനസ്സിൽ മന്ത്രിച്ച് തലയിലൊരു കൊട്ടും കൊട്ടി അവൻ ബാത്റൂമിലേക്ക് കയറി. കുറച്ചുനേരം കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണുന്നത് ഉറക്കത്തിൽ എന്തൊക്കെയോ പുലമ്പുന്ന പാറുവിനെയാണ്. അവൻ അവളുടെ അടുക്കലേക്ക് ഓടി. ശിവ, ശിവ, എന്താ? കണ്ണു തുറക്ക്. അഗ്നി അവളെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പാറു ദേവേട്ടാ എന്ന് വിളിച്ച് പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ പേടിച്ച് ചുറ്റിനും നോക്കാൻ തുടങ്ങി. അവളാകെ വിയർത്തിരുന്നു. അത് കണ്ടതും അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അഗ്നിക്ക് തോന്നി. ശിവ, നോക്ക്, ജസ്റ്റ് റിലാക്സ്, ഒന്നുമില്ല എന്നവൻ അവളോട് പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ദേവേട്ടാ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവനിലേക്ക് ഒന്നുകൂടെ അടുത്തു. കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് മുണ്ടു മാത്രം ഉടുത്തിരുന്ന അഗ്നിക്ക് അവളുടെ ശരീരം അവനോട് ചേർന്നതും ദേഹത്തെന്തോ തരിപ്പ് പടർന്നതുപോലെ തോന്നി. അവളുടെ നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടിയതും അവനെന്ന പുരുഷൻ ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. അവൻ്റെ കൈ അവൻ പോലും അറിയാതെ തന്നെ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിൽ അമർന്നു. അവൻ്റെ വിരലുകൾ അവളുടെ ആലില വയറിനെ തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ പല്ലുകൾ അവളുടെ തോളെല്ലിനെ അമർന്നതും അവളിൽ നിന്നൊരാർത്തനാദം പുറപ്പെട്ടു. അവൻ്റെ വിരലുകൾ വയറിൽ കൂടി മാറിലേക്ക് അമർന്നതും അവളെന്തോ പെട്ടെന്ന് ഓർത്ത പോലെ അവനെ തള്ളി. എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളുടെ പെട്ടെന്നുള്ള തള്ളലിൽ അവനൊന്ന് പുറകിലേക്ക് വേച്ചു പോയെങ്കിലും അതേ സ്പീഡിൽ അവൻ അവളുടെ കൈവലിച്ച് കട്ടിലേക്ക് ഇട്ടിരുന്നു. കട്ടിലേക്ക് മലർന്നടിച്ചു വീണ പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി. അവൻ മറ്റേതോ ലോകത്തെത്തിച്ചേർന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം ഓടി നടന്നു. ഒടുവിൽ തേടിയതെന്തോ കണ്ടുകിട്ടിയ പോലെ അവൻ്റെ കണ്ണുകൾ അവളുടെ അധരങ്ങളിൽ ഉടക്കി. അവൻ തൻ്റെ മുഖം അവളോട് അടുപ്പിച്ചതും അവൾ അവളുടെ കണ്ണുകൾ ചിമ്മി. അഗ്നി അവളുടെ ഇരു അധരങ്ങളും തേൻ നുകരുന്ന വണ്ടിനെ പോലെ നുകർന്നു. അവൻ്റെ കൈകൾ താഴേക്ക് ചലിച്ച് ഹുക്ക് ഓരോന്ന് അഴിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ പെട്ടെന്നെന്തോ ഓർത്ത പോലെ കണ്ണുകൾ വലിച്ചു തുറന്ന് തൻ്റെ നഖം അവൻ്റെ തോളിൽ ആഴ്ത്തി. അപ്പോഴാണ് അഗ്നിക്ക് താൻ എന്താ ചെയ്യാൻ നിന്നത് എന്ന ബോധം ഉണ്ടായത്. അവൻ അവളുടെ ദേഹത്തു നിന്നും എഴുന്നേറ്റു. ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അപ്പോഴും പാറു അവിടെ തന്നെ കിടന്നു. എൻ്റെ മഹാദേവ, ഞാനെന്താ അദ്ദേഹത്തെ ആദ്യം തടയാതിരുന്നേ? ഞാനും അത് ആസ്വദിച്ചു പോയതല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഇപ്പോൾ തടഞ്ഞത് ഞാൻ എന്തിനാ അദ്ദേഹത്തെ തടഞ്ഞത്? ശരിക്കും അദ്ദേഹത്തിന് അതിന് അധികാരമില്ലേ?
ഞാൻ സാറിൻ്റെ ഭാര്യയല്ലേ? എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് വരെയല്ലേ ആ സ്ഥാനം? അതിന് സമ്മതമെന്നോണം ഞാൻ ഒപ്പിട്ടതുമല്ലേ? പിന്നെ എന്തിനാ അദ്ദേഹത്തെ തടുത്തത്? ഇനി സാറ് ഞാൻ അദ്ദേഹത്തെ പറ്റിക്കുമെന്ന് കരുതി കാണുമോ? എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് തലയിൽ കൈത്താങ്ങി അവിടെ ഇരുന്നു. പെട്ടെന്നാണ് ദേഹത്തെന്തോ വന്ന് വീണത്. നോക്കിയപ്പോൾ സാർ ഒരു ഷർട്ട് എൻ്റെ മേലെറിഞ്ഞ് അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് പാറു അത് എന്താണെന്ന് നോക്കിയത്. അയ്യേ, ഇതെന്തിനാ എനിക്ക് സാറിൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞ് അത് കട്ടിലേക്കിട്ട് അവിടെ നിന്നും എഴുന്നേറ്റപ്പോഴാണ് പാറു സ്വന്തം ഡ്രസ്സ് ശ്രദ്ധിച്ചത്. അയ്യേ, ഞാനിതിട്ടായിരുന്നോ ഇത്രയും നേരം? അയ്യോ, സാർ എന്ത് കരുതി കാണും എൻ്റെ മഹാദേവ. അതും ചിന്തിച്ച് അവൾ വേഗം അവൻ കൊടുത്ത ഷർട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ടു. അവനെ നോക്കിയപ്പോൾ അവൻ ബാൽക്കണിയിലാണെന്ന് മനസ്സിലായതും അവൾ വേഗം അങ്ങോട്ടേക്ക് വിട്ടു. പുറകിൽ ആരുടെയോ അനക്കം തോന്നിയപ്പോൾ തിരിഞ്ഞു നോക്കി അഗ്നി കണ്ടു തൻ്റെ ഷർട്ട് ധരിച്ച് ഓരോന്ന് പിറുപിറുത്തു നിൽക്കുന്ന പാറുവിനെ. അത് കണ്ടപ്പോൾ അവൻ ചിരി വന്നെങ്കിലും അവൻ ശ്രദ്ധിക്കാത്തതുപോലെ മുമ്പിലേക്ക് തന്നെ നോക്കി നിന്നു. അവൾ പുറകിൽ നിന്നും അവൻ്റെ ശ്രദ്ധ പറ്റാൻ വേണ്ടി ഓരോരോ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഷോ, ഇങ്ങേരിതെന്താ കേൾക്കാത്തേ? ഇനി ശരിക്കും കേൾവിശക്തി കുറവാണോ? ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ശബ്ദമുണ്ടാക്കാൻ നിന്നപ്പോഴേക്കും അവൻ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞ് അവളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുണ്ടായതിനാൽ അവൾ പേടിച്ച് പുറകിലേക്ക് വീഴാൻ പോയതും അഗ്നി അവളെ ഇടുപ്പിലൂടെ വട്ടം പിടിച്ച് അവനോട് ചേർത്തു നിർത്തി. ശിവ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താനൊന്ന് ഓക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു, അഗ്നി പറഞ്ഞു. സാർ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറയാം. എങ്കിൽ പറ, അത് ശരിക്കും എന്ന് അഗ്നി ചോദിച്ചു നിർത്തിയതും അതെ, എൻ്റെ ഏട്ടനാണ് ശ്രാവൺ. കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ കൂട്ടുകാരൻ രാഹുൽ എന്ന് പറഞ്ഞ് അവൾ കലങ്ങിയ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.